നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചു. 7 കുറെ ചെറുമീനും ഉണ്ട് എന്നവർ പറഞ്ഞു. ശേഷി കർത്താവ് ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എത്തുണ്ട്? ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, സിൻസിയറായിട്ട് അതിനെങ്കിലും പറഞ്ഞു. അവര് 7 അപ്പവും കുറച്ച് ചെറുമീനും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ മക്കളുമാർ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ മെസ്സേജാ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കേട്ടോണ്ട് പിള്ളേര് ഒരു ബൈൻഡ് ഒക്കെ വെട്ടി ജെറമ്യായും നെഹമ്യയും ഒരു 7 അപ്പവും കുറച്ച് ചെറുമീനും ഒക്കെ ഒരു ബാസ്ക്കറ്റിലാക്കി, കണ്ടോ ഇതാ ഇന്ന് ചാച്ച പ്രസംഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അവരുണ്ടാക്കി തന്നതായിരിക്കുന്നത്. സ്തോത്രം. ഇനി അപ്പവും മീനും വർദ്ധിപ്പിക്കാൻ പോവാ, ഇനി ഭക്ഷണം വിളമ്പാൻ പോവാ, ആഹാരം കഴിക്കാൻ പോവാ എന്നൊരു ഐഡിയ എങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അവർ പോകാൻ എഴുന്നേക്കില്ല. അവർ പോകാൻ എഴുന്നേറ്റത് ഒരിക്കലും അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന പോലുമില്ല. വിശ്വസിക്കുന്നവരോട് പറയാം, നിന്റെ മനസ്സിൽ നീ ചിന്തിച്ചിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ദൈവം ഇരുത്തി വിളമ്പും. നിന്റെ മനസ്സിൽ നീ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തത് നൽകി ദൈവം നിന്നെ പോഷിപ്പിക്കും. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അടുത്ത ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കുകയാണ്. യേശു കർത്താവ് ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി യേശു കർത്താവ് ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. ശ്രദ്ധിക്കുക. 1, കർത്താവ് ആ അപ്പ മീനുകളെ കണ്ടു. ഇത് കർത്താവിന്റെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുൻപ് അവൻ എന്തു ചെയ്തു? അവൻ അപ്പവും മീനും കണ്ടു. കണ്ടതിനെയാണ് കയ്യിലെടുത്തത്. ഇപ്പൊ ഞാൻ ഇങ്ങനൊരു സാധനം ഇവിടെ ഇരിക്കുന്നത് കണ്ടത് കൊണ്ടല്ലേ ഞാനിത് കയ്യിലെടുത്തത്. എനിക്ക് കാണാത്ത ഒരു കാര്യത്തെ എനിക്ക് കരങ്ങളിൽ എടുക്കാൻ പറ്റില്ല. 1, അവൻ കണ്ടതിനാൽ അപ്പമീനുകളെ ആദ്യം കണ്ടു. കണ്ടതിനെ അവൻ കയ്യിലെടുത്തു. എടുത്തതിനെ അവൻ ഉയർത്തി. ഉയർത്തിയതിനെ അവൻ വാഴ്ത്തി. വാഴ്ത്തിയതിനെ അവൻ നുറുക്കി. നുറുക്കിയതിനെ അവൻ വർദ്ധിപ്പിച്ചു. എത്ര പ്രോസസ്സുകൾ ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം. ഈ മെസ്സേജ് ഗൗരവമായി ശ്രദ്ധിക്കണം. 1, അവൻ കണ്ടതിനെ കയ്യിൽ എടുക്കുന്നു. അല്ലേ? ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ദൈവം നിങ്ങളെ കരങ്ങളിൽ എടുത്തത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും കണ്ടതുകൊണ്ടാണ്. നിങ്ങളുടെ ഫ്രഷ്നെസ് അവൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് എന്ത് പഴക്കമുണ്ട്, ഇത് എത്ര ദിവസമായി, ഇത് അഴുകിപ്പോയല്ലോ, ഇത് അഴുക്കായല്ലോ എന്നവൻ ചോദിച്ചില്ല. നിങ്ങളെ അവൻ കണ്ടതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം എന്തെന്നും നിങ്ങളുടെ അവസ്ഥ എന്തെന്നും ഒന്നും ചോദിക്കാതെ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കാതെ, നിങ്ങളെ ആരാക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് അവൻ നിങ്ങളെ കരങ്ങളിലെടുത്തു. ഹല്ലേലൂയ. അവൻ കണ്ടതിനെ കയ്യിലെടുത്തു. കർത്താവ് കയ്യിലെടുത്താലുള്ള ഒരു പ്രത്യേകത, കർത്താവ് കണ്ടതിനെ മാത്രമേ അവൻ കയ്യിലെടുക്കൂ. കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ ഉയർത്തും. അവൻ കരങ്ങളിൽ എടുത്തതിനെ അവൻ ഉയർത്തും. അവൻ ഉയർത്തിയതിനെ മാത്രമേ അവൻ വാഴ്ത്തുകയുള്ളൂ. ശ്രദ്ധിക്കുക, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിന്റെ കയ്യിൽ വന്നത്? എന്നെ എന്റെ ദൈവം കണ്ടതുകൊണ്ട്. ലോകം കാണുകെ, പലരും കാണുകെ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണെന്ന് അവൻ എന്താണ് ലോകത്തെ അറിയിച്ചത്? അവന്റെ കരങ്ങളിൽ അവൻ എന്നെ ഉയർത്തിയത് കൊണ്ട്. കർത്താവിന്റെ കണ്ണുകൊണ്ട് അവൻ എന്നെ കണ്ടെങ്കിൽ അവൻ എന്നെ കയ്യിലെടുക്കും. അവൻ എന്നെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ താഴ്ത്തി തറയിലിട്ട് ചവിട്ടാനല്ല, നിന്നെ ഉയർത്താനാണ്. കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്നെ താഴ്ത്തി തറയിലിട്ട് എല്ലാവർക്കും ചവിട്ടാൻ കൊടുക്കാനല്ല, നിന്നെ ഉയർത്താൻ തന്നെയാണ്. അവൻ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ വാഴ്ത്തും, ബ്ലസ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു സന്ദേശമുണ്ട്. കർത്താവ് കണ്ടതിനെ കയ്യിലെടുക്കുന്നു, കയ്യിലെടുത്തതിനെ അവൻ വാഴ്ത്തുന്നു, വാഴ്ത്തിയതിനെ മാത്രം അവൻ നുറുക്കുന്നു. എല്ലാ അപ്പവും എല്ലാ മീനും നുറുക്കപ്പെടുകയില്ല. അവന്റെ കയ്യിലിരിക്കുന്നത്, അവന്റെ കരത്താൽ ഉയർത്തപ്പെടുന്നത്, അവൻ വാഴ്ത്തിയത് അവൻ നുറുക്കുന്നു. ഇതൊരു സന്ദേശമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ നുറുക്കം? വേറെ ആർക്കുമില്ലാത്ത ഈ നുറുക്കം എന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു? മറുപടി, നിന്നെ കണ്ടതുകൊണ്ട്, നിന്നെ കയ്യിലെടുത്തത് കൊണ്ട്, നിന്നെ ഉയർത്തിയത് കൊണ്ട്.
അവന്റെ കയ്യിലിരിക്കുന്ന അപ്പമായതുകൊണ്ട് അവൻ നിന്നെ നുറുക്കുന്നു. അപ്പൊ ചോദിക്കുന്നു, എന്താണ് എനിക്ക് ഈ നുറുക്കം? ഇത് എന്തിനു വേണ്ടിയാണ്? മക്കളെ, ഈ നുറുക്കം നിന്നെ തകർത്ത് കളയാനല്ല, ഈ 7 എന്നുള്ള അവസ്ഥയിൽ നിന്ന് നിന്നെ 7000 ആക്കാനാണ്. ഓ ഹല്ലേലൂയ! ഈ 7 എന്നുള്ള അവസ്ഥയിൽ നിന്ന് നിന്നെ 7000 ആക്കണമെങ്കിൽ, ഈ 5 എന്നുള്ള അവസ്ഥയിൽ നിന്ന് നിന്നെ 5000 ആക്കണമെങ്കിൽ എനിക്ക് നിന്നെ നുറുക്കാതെ കഴിയുകയില്ല. ഈ നുറുക്കം തകർച്ചയ്ക്കല്ല, ഈ നുറുക്കം പരാജയത്തിനല്ല, ഈ നുറുക്കം ഇല്ലായ്മയാക്കി കളയാനല്ല, ഈ നുറുക്കം നിന്നെ വർദ്ധിപ്പിക്കാനാണ്. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കുവാൻ, നിന്റെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കുവാൻ, ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാൻ, ദൈവകൃപ വർദ്ധിപ്പിക്കുവാൻ, ദൈവസ്നേഹം വർദ്ധിപ്പിക്കുവാൻ, നിനക്ക് കുറെ തിരിച്ചറിവുകൾ നൽകി നിന്നെ ആദരിക്കുവാൻ അത്ര ഈ നുറുക്കം. അതെ, യേശു കണ്ടതിനെ യേശു കയ്യിലെടുക്കുന്നു. യേശു കയ്യിലെടുത്തതിനെ യേശു ബ്ലസ് ചെയ്യുന്നു. യേശു ബ്ലസ് ചെയ്തതിനെ യേശു ബ്രേക്ക് ചെയ്യുന്നു. യേശു ബ്രേക്ക് ചെയ്തതിനെ യേശു മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവൻ കണ്ടതിനെ കയ്യിലെടുക്കുന്നു, എടുത്തതിനെ വാഴ്ത്തുന്നു, വാഴ്ത്തിയതിനെ മാത്രം നുറുക്കുന്നു. എല്ലാവർക്കും ബാലശിക്ഷയില്ല, മക്കൾക്ക് മാത്രമേ ബാലശിക്ഷയുള്ളൂ. എല്ലാ പിള്ളേരെയും വഴക്ക് പറയാൻ എല്ലാവർക്കും അധികാരമില്ല. നിന്റെ മക്കളെ, നിങ്ങളുടെ മക്കളെ തിരുത്താനും വഴക്ക് പറയാനും മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ. മക്കളെങ്കിൽ ബാലശിക്ഷ ഉണ്ടാകും. കർത്താവിനെ കണ്ടതുകൊണ്ട്, അവൻ കയ്യിലെടുത്തത് കൊണ്ട്, അവൻ ഉയർത്തിയത് കൊണ്ട്, അവൻ വാഴ്ത്തിയത് കൊണ്ട് നുറുക്കപ്പെടുന്നു. ഈ നുറുക്കം ഒരു പരാജയത്തിനല്ല, ഈ നുറുക്കം ഒരു തകർച്ചയ്ക്കല്ല. ഈ നുറുക്കം, നിന്റെ ഈ നുറുക്കം, അപ്പമാകുന്ന നിന്റെ ഈ നുറുക്കം പലരുടെയും നിറവിന് കാരണമാകും. നിന്റെ നുറുക്കം പലർക്കും തൃപ്തി ഉണ്ടാകുന്നതിന് കാരണമാകും. നിന്റെ ഈ നുറുക്കം നിന്റെ പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് മധ്യേ എൻ്റെ കർത്താവ് വർദ്ധനവിന്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നതിന് കാരണമാകും. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുൻപ് 37-38 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാവരും തിന്ന് തൃപ്തരായി, ശേഷിച്ച കഷ്ണം 7 വട്ടി നിറച്ചെടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ തന്നാൽ ഒരിക്കലും നമുക്ക് തൃപ്തരാകാൻ പറ്റില്ല. ദൈവം തന്നാൽ മാത്രമേ നമ്മൾ തൃപ്തരാകത്തുള്ളൂ. മനുഷ്യനെ ഒരിക്കലും ഒരു മനുഷ്യനെ തൃപ്തരാക്കാൻ പറ്റത്തില്ല. മക്കളെ, ഈ ലോകത്തിലെ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും, എല്ലാ ഭൗതിക നന്മകളും നമ്മുടെ ദാഹം വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ആത്മാവിൽ ഒരു തൃപ്തി തരുവാൻ ദൈവ സാന്നിധ്യത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശു കർത്താവിലൂടെ ലഭിക്കുന്ന രക്ഷ തൃപ്തി നൽകും. യേശു കർത്താവിൽ നിത്യജീവനുണ്ടെന്നുള്ള വെളിപ്പാട് തൃപ്തി നൽകും. യേശുവിനോടുള്ള ബന്ധം നിങ്ങൾക്ക് തൃപ്തി നൽകും. ഈ ലോകത്തിലെ ഒരു ഭൗതിക നന്മകളിലും ആരും തൃപ്തരല്ല. ഈ അപ്പം തിന്നാൽ പിന്നെയും വിശക്കും, ഈ അപ്പം കഴിച്ചാൽ പിന്നെയും വിശക്കും, ഈ മീൻ കഴിച്ചാൽ പിന്നെയും വിശക്കും. പക്ഷേ യേശു കർത്താവ് ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, പക്ഷേ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കത്തില്ല.